ഹലോ ഗൈസ്, സൈലന്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്കെൻഡിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിൻ്റെ അടുത്ത് ആർസണൽ തോറ്റപ്പോൾ ആർസണൽ ഫാൻസ് ഒന്നടങ്കം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ടൈറ്റിൽ റേസ് ഓവർ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു അവിടെ, കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം എന്നൊരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഈ ഒരു മിഡ് വീക്കിലേക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെയുള്ള മത്സരമായിരുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഹോം മത്സരമായിരുന്നു സിറ്റി ഗ്രൗണ്ടിൽ വെച്ച്. ആ ഒരു മത്സരത്തിന് ശേഷം കാര്യങ്ങൾ ഏറെക്കുറെ കയ്യിൽ നിന്ന് പോയ മട്ടാണ്. ഒരു ഗോൾ പോലും അടിക്കാണ്ടാണ് ഒരു മത്സരം അവസാനിച്ചത്. രണ്ട് ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. സോ ഇപ്പോൾ ലിവർപൂളാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ 2-0 ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറി അവിടെ നേടുകയും ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ 13 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് ആർസണൽ ലിവർപൂൾ തമ്മിലുള്ളത്. ലിവർപൂൾ ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട്. 28 മത്സരങ്ങളിൽ നിന്ന് 67 പോയിൻ്റാണ് ലിവർപൂളിനുള്ളത്. നേരെ തിരിച്ച് ഇവിടെ 54 പോയിൻറ്റ് 27 മത്സരങ്ങളിൽ നിന്നാണ് ആർസണലിനുള്ളത്. സോ ഇനി ഏറെക്കുറെ 11 മത്സരമാണ് ആർസണലിന് കളിക്കാനുള്ളൂ. സോ പ്രീമിയർ ലീഗ് റേസ് ഇപ്പോഴേ ഏറെക്കുറെ സീലായ മട്ടാണ്. സോ ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈനപ്പ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 4-2-3-1 ഫോർമേഷനിലാണ് ന്യൂനോ എസ്പിരിറ്റോ സാന്റോസിൻ്റെ കീഴിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇറങ്ങിയത്. ആർസണലാണെങ്കിൽ സ്ഥിരം 4-3-3 ഫോർമേഷനിലാണ്. ഇച്ചിരി ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഡിഫൻസിൽ കാലഫിയോറിനെയാണ് അഗെയിൻസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സ്കെല്ലിയുടെ കാര്യം അറിയാം, റെഡ് കാർഡ് മേടിച്ച് പോയതാണ്. മിഡ്ഫീൽഡിൽ ജോർജിനോനെയാണ് ഓഡെഗാർഡിനും ഡെക്ലാൻ റൈസിനും കൂടെ മിക്കേൽ ആർട്ടറ്റ ഇറക്കി വിട്ടത്. ആൻഡ് ഫ്രണ്ട് ത്രീ നമുക്ക് പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല. മിക്കേൽ മെറീനോ സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റിൽ ന്വാനറി, ലെഫ്റ്റിൽ ട്രൊസാർഡ് എന്നുള്ള രീതി തന്നെയായിരുന്നു. ഇനി മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സീസണിൽ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള സെയിം സിനാരിയോ തന്നെയാണ്. ബോൾ പൊസഷൻ ആൻഡ് ബോൾ ഡോമിനേഷൻ ഒക്കെ നമ്മുടെ ടീമിനുണ്ടെങ്കിലും ഗോൾ അടിക്കുന്ന കാര്യത്തിൽ മാത്രം, ആ ഷോട്ട് ഓൺ ടാർഗറ്റ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ മാത്രം നമ്മൾ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 65% പൊസിഷൻ ആർസണൽ ഈ മത്സരത്തിലുണ്ടായിരുന്നു. ഓവറോൾ 13 ഷോട്ട് ആർസണൽ പായിച്ചിരുന്നു. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ കലഫിയോരുടെ ഒരു അറ്റംപ്റ്റ് ബാറി തട്ടിപ്പോയ കാര്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. സോ വെസ്റ്റ് ഹാം മത്സരത്തിൽ നിന്ന് ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പ്ലേയേഴ്സിന് കുറച്ചും കൂടി അർജൻസി അല്ലെങ്കിൽ കുറച്ചും കൂടി ഇനീഷ്യേറ്റീവ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി മിഡ്ഫീൽഡിൽ ഡെക്ലാൻ റൈസിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടി എടുത്ത് പറയേണ്ടായിരുന്നു. ആൾ കുറച്ചും കൂടി അറ്റാക്കിംഗ് മെൻറ്റാലിറ്റിയോടെ തന്നെ ഡെക്ലാൻ റൈസ് ഈ ഒരു മത്സരത്തെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ്. ആൾക്ക് അവസരങ്ങൾ കിട്ടിയിരുന്നു, പക്ഷേ ആൾക്ക് അവസാനം ആ ഒരു ക്ലിനിക്കൽ ടച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതേപോലെ ന്വാനറിക്ക് അവസരം കിട്ടിയിരുന്നു, ഒഡെഗാർഡിന് അവസരം കിട്ടിയിരുന്നു, ട്രൊസാർഡിന് അവസരം കിട്ടി, മിക്ക പ്ലേയേഴ്സിനും അവസരങ്ങൾ കിട്ടി. മിക്കേൽ മെറീനോയ്ക്കൊക്കെ അവസരം കിട്ടിയതാണ്. എന്നിട്ട് കീറൻ ടിയർണിക്ക് ഒരു അവസരം ഉണ്ടായിരുന്നു. ബട്ട് അവസാനത്തെ ആ ഒരു ക്ലിനിക്കൽ ടച്ച് കൊടുക്കാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഗോൾ അടിക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ. ഗോൾ അടിക്കാൻ ആളില്ലാത്തതാണ് ഇപ്പോൾ ആർസണൽ ടീമിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. സോ ഇനി ഫസ്റ്റ് ഹാഫിൽ കലഫിയോറിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അത് രണ്ട് സൈഡ് ഉണ്ട് പറയാനുണ്ട്. ഡിഫെൻസീവ്ലി പ്ലെയർ ഫസ്റ്റ് ഹാഫിൽ അത്ര അങ്ങോട്ട് മികച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. ഹഡ്സൺ ഒഡോയി ആണ് ആ ഒരു വിങ്ങി കളിച്ചിരുന്നത്. ഹഡ്സൺ ഒഡോയി പല വട്ടം കലഫിയോറിനെ ഇച്ചിരി ബുദ്ധിമുട്ടിച്ച് മത്സരത്തിൽ കണ്ടതാണ്. മത്സരം തുടങ്ങുമ്പോൾ തന്നെ ഹഡ്സൺ ഒഡോയിനെ പിടിച്ചു വലിച്ചിട്ട് യെല്ലോ കാർഡ് മേടിക്കേണ്ട ഒരു സാഹചര്യം കലഫിയോറിക്ക് വന്നിരുന്നു. അതേപോലെ പ്ലെയറെ പിടിച്ച് ബോക്സിലേക്ക് കയറി ചെറിയൊരു ടച്ചിൽ പ്ലെയർ ഡൈവ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിവേ റഫറി അത് കറക്റ്റായിട്ട് വീക്ഷിച്ചുകൊണ്ട് പെനാൽറ്റി ഒന്നും കൊടുത്തില്ല. പക്ഷേ അറ്റാക്കിംഗ് വൈസ് കലഫിയോറി ഡിഫറെൻറ്റ് ബീസ്റ്റ് ആയിരുന്നു ഇന്നലത്തെ ഈ മത്സരത്തിൽ. കറക്റ്റായിട്ട് ഇൻവേർട്ട് ചെയ്ത് ഹാഫ് സ്പേസസിൽ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് പന്ത് വാങ്ങി ആ ഒരു അറ്റാക്കിംഗ് സോണിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഈ പ്ലെയർ നന്നായിട്ട് ശ്രമിച്ചിരുന്നു. 22ാമത്തെ മിനിറ്റിൽ ഈ മത്സരത്തിൽ ഏറ്റവും ബെസ്റ്റ് അവസരം കിട്ടിയത് കലഫിയോറിക്കായിരുന്നു. അദ്ദേഹം ടേൺ ചെയ്തെടുക്കുന്ന ഒരു കേർവ്ഡ് ഷോട്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി റൈറ്റ് ബാറിൽ തട്ടി ഗോൾ കീപ്പറായ സെൽസിൻ്റെ കൈകളിലേക്ക് വരികയായിരുന്നു. ആർസണലിന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ. പക്ഷെ അതവിടെ പാഴായിപ്പോയി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ കലഫിയോറിനെ ആർട്ടറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കീറൻ ടിയർണിനെയാണ് ഇറക്കി വിട്ടത്. നമുക്കറിയാം സ്കെല്ലി ഇല്ല, ഓൾറെഡി കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് ഇഷ്യൂ വന്ന കാരണം സ്കെല്ലി ഇല്ല. സോ കീറൻ ടിയർണിനെയാണ് സെക്കൻഡ് ഹാഫ് കളിക്കാനായിട്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഇറക്കി വിട്ടത്. റൈറ്റ് വിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഈതൻ ന്യൂനറി അത്ര ബെസ്റ്റ് ഫോമിലായിരുന്നില്ല. അതുപോലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഡിഫൻസും അത്യാവശ്യം പ്ലെയറിനെ വിങ്ങിൽ ഡബിൾ മാർക്ക് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സോ പ്ലെയറിന് അത്ര നല്ലൊരു പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെക്ലാൻ റൈസ് അത്യാവശ്യം നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റാക്കിംഗ് മെൻറ്റാലിറ്റിയോട് തന്നെ പ്ലെയർ നല്ല രീതിയിൽ ഫ്രണ്ട് ലൈനിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഒഡെഗാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പാരേറ്റീവ്ലി വെസ്റ്റ് ഹാമുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയിരുന്നെങ്കിലും ആളിപ്പോഴും ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചൊരു പെർഫോമൻസ് ഇപ്പോഴും കിട്ടിയില്ല, ഈ ഒരു മത്സരത്തിലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഡിഫെൻസീവ്ലി ആർസണൽ സോളിഡ് ആയിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ക്രിസ് വുഡിനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സാലിബയും ഗബ്രിയേലും എല്ലാം ഡീൽ ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുമ്പോഴും എലാങ്കേനെ ഒന്നും കാര്യമായിട്ട് മത്സരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫോറസ്റ്റിന് കഴിഞ്ഞില്ല. അതേപോലെ ഹഡ്സൺ ഒഡോയി കലഫിയോറിനെ വെട്ടിച്ച് ബോക്സിലേക്ക് കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായ ക്ലിനിക്കൽ ടച്ച് ബോക്സിനകത്ത് ആർസണൽ ബോക്സിനകത്ത് കൊണ്ടുവരാനായിട്ട് ഫോറസ്റ്റിനും ഹഡ്സൺ ഒഡോയ്ക്കൊന്നും കഴിഞ്ഞില്ല. സോ വലിയ കാര്യമായ ത്രെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഫ്രണ്ട് ലൈനും കഴിഞ്ഞിട്ടില്ല നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ. ഇനി
മറ്റൊരു കാര്യം പറയാനുള്ളത് ആർസണൽ ഈ മത്സരത്തിൽ മിസ് ചെയ്ത ഒരു മേജർ കാര്യമാണ് കോർണേഴ്സ് എന്നുള്ളതാണ്. 11 കോർണർ ആർസണലിന് ഈ ഒരു മത്സരത്തിൽ കിട്ടി. അതിൽ നിന്നാണ് 2 നല്ല ചാൻസുകൾ സെക്കൻഡ് ഹാഫിൽ ആർസണൽ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ്. ഒന്ന് മിക്കേൽ മെറീനോയുടെ 51ാമത്തെ മിനിറ്റിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ കലഫിയോരുടെ ഷോട്ട് കഴിഞ്ഞാൽ ആർസണലിൻ്റെ ബെസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് മിക്കേൽ മെറീനോയുടെ ഹെഡർ അവസരമായിരുന്നു. പക്ഷേ ഗോൾ കീപ്പറായ സെൽസ് അത് സേവ് ചെയ്ത് വിടുന്നുണ്ട്. അതേപോലെ കീറൻ ടേണിക്ക് കിട്ടുന്നൊരു ഹെഡർ അദ്ദേഹത്തിന് അത് 2-3 പ്ലേയേഴ്സിൻ്റെ ഇടയിൽ നിന്ന് എടുക്കുന്നതാണ്. അദ്ദേഹത്തിന് പുറത്തേക്ക് പോയൊരു ഹെഡർ കൂടിയാണ് പറയാനുള്ള 2 അവസരങ്ങൾ. അപ്പോൾ 11 കോർണറിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത 2 അവസരങ്ങൾ എന്നുള്ളത് ബാക്കിയുള്ളതൊക്കെ വേസ്റ്റാക്കി കളഞ്ഞ അവസരങ്ങളാണ്. അതേപോലെ കോർണേഴ്സിൻ്റെ ക്വാളിറ്റിയും അത്ര ടോപ്പായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സീസണിൻ്റെ ഫസ്റ്റ് ഹാഫിൽ സെറ്റ് പീസ് FC, കോർണർ FC എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച നമ്മളിപ്പോൾ ഈ അവസ്ഥയിലാണ്. കോർണേഴ്സൊന്നും അത്ര അങ്ങോട്ട് വെടിപ്പാവുന്നില്ല എന്നുള്ളതാണ്. അവസാനം വരെ ആർസണലിൻ്റെ ഡിഫൻസ് ഗബ്രിയേലും സാലിബയും അടക്കം ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്തിട്ട് പോലും ഒരു ഗോൾ കണ്ടെത്താതെ സിറ്റി ഗ്രൗണ്ടിൽ നിന്ന് പോരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഡിഫൻസീവ് ലൈനാണ്. മൊറില്ലോ നയിച്ച ഡിഫൻസീവ് ലൈൻ തന്നെയാണ്. ആർസണലിനെതിരെ ബോക്സിലൊരു ലോ ബ്ലോക്ക് പിടിച്ച് ആർസണലിനെ തടയുക എന്നുള്ളത് ഈ സീസണിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ടാറ്റിക്സ് ആയി തുടങ്ങിയിട്ടുണ്ട് ഒപ്പോണൻറ്റ് ടീംസിന് പ്രീമിയർ ലീഗിൽ. മിക്കവാറും മിക്കേൽ ആർട്ടറ്റ ഈ ഒരു സീസൺ കഴിയുമ്പോൾ ലോ ബ്ലോക്കിനൊരു പ്ലാൻ ബി കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പേരിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാൻ പോകുന്നൊരു മാനേജറായി തന്നെ തീരുമെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ സീസണിൽ ഒരുപാട് മത്സരങ്ങളിൽ ഇതേപോലെ ഒപ്പോണൻറ്റ് ടീംസ് ലോ ബ്ലോക്ക് പിടിച്ച് ആർസണലിൻ്റെ ഗോൾ സ്കോറിങ്ങിനെ തടഞ്ഞു നിർത്തുന്നത് നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. പ്ലേയേഴ്സ് ഉള്ള സമയത്ത് തന്നെ അതിനൊരു പ്ലാൻ ബി പ്രയോഗിക്കാനായിട്ട് ആർട്ടറ്റയ്ക്ക് പറ്റിയിരുന്നില്ല. ഇനിയിപ്പോൾ പ്ലേയേഴ്സ് ഫ്രണ്ട് ലൈനിൽ ഫ്രണ്ട് 3 മൊത്തം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിന് വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനോട് വലിയ കാര്യമില്ലല്ലോ. സോ അഗെയിൻ ആ ലോ ബ്ലോക്ക് പിടിക്കുക, ആ ബോക്സിൽ ഓവർ ക്രൗഡ് ചെയ്യുക, ആർസണലിനെ വീർപ്പ് മുട്ടിക്കുക ഒപ്പോണൻറ്റ് ബോക്സിൽ എന്നുള്ളത് ഇത്തവണയും വർക്കൗട്ടായി എന്നുള്ളതാണ്. ഇത്തവണ ന്യൂനോ എസ്പിരിറ്റോ സാന്റോസും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും വരെ വെടിപ്പായിട്ട് തന്നെ അത് പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. സോ അവിടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഡിഫൻസീവ് ലൈൻ നല്ലൊരു കൈയടി അർഹിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു അത്. ലാസ്റ്റ് വീക്ക് വെസ്റ്റ് ഹാമായിട്ടുള്ള ഒരു തോൽവിക്ക് ശേഷം തന്നെ ഏറെക്കുറെ ആർസണൽ ഫാൻസും അടുത്ത് എഴുതി തള്ളിയതാണ് ഇനിയൊരു ടൈറ്റിൽ റേസിൽ നമുക്ക് വലിയ സ്പേസ് ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം. സോ അതിലേക്ക് കുറച്ചും കൂടി മണ്ണ് വാരിയിടുന്ന രീതിയിലാണ് ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെയുള്ള ഈ ഡ്രോ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത് ആർസണൽ? കാരണം ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ ടൈറ്റിൽ ഫേവറേറ്റ്സ് ആയിരുന്ന ആർസണലിൽ ഇനി പ്രീമിയർ ലീഗിൽ 11 മത്സരങ്ങൾ കളിക്കാനുണ്ട്. അതിനു മുമ്പ് തന്നെ ടൈറ്റിൽ റേസിൽ നിന്ന് എങ്ങനെയാണ് പുറത്തായത് എന്നുള്ളതാണ്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 റീസൺസാണ് പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇഞ്ചുറീസ്. നമ്മുടെ അറ്റാക്കിംഗ് യൂണിറ്റ് നല്ല രീതിയിൽ ഇത്തവണ ഇഞ്ചുറീസിന് വിധേയപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ഒഡഗാർഡിൽ നിന്ന് തുടങ്ങിയ ബുക്കായോ സാക്കോ, അതിനുശേഷം ഇപ്പോൾ ഹാവേർട്സ്, ജീസസ്, മാർട്ടിനെല്ലി, അങ്ങനെ ഏറെക്കുറെ നമ്മുടെ ഫ്രണ്ട് 3 മൊത്തം തന്നെ ഇഞ്ചുറി ലിസ്റ്റ് കയറിയിരിക്കുന്ന സമയമാണ്. സോ അത് വലിയൊരു ക്ഷീണം തന്നെ തട്ടിയിട്ടുണ്ട്. അതൊരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു റീസൺ തന്നെയാണ്, വാലിഡ് റീസൺ തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആണ്. നമുക്കറിയാം നമ്മുടെ ഈ സീസൺ എങ്ങോട്ടാണോ പോകുന്നത്. ജനുവരിയിൽ എത്തിയപ്പോൾ നമുക്കറിയാം ഇഞ്ചുറീസ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഹാവേർട്സിന് മാറ്റിയെടുത്താലും ഇഞ്ചുറീസ് സംഭവിക്കുന്നുണ്ട്. നമുക്കൊരു അറ്റാക്കിംഗ് യൂണിറ്റിലേക്ക് ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ അറ്റാക്കിംഗ് സൈനിങ് കൊണ്ടുവരണം ഈ ഒരു സീസൺ സാൽവേജ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് കീപ്പപ്പ് ചെയ്യാനായിട്ട് എന്നുള്ളത് അറിയാം. പക്ഷേ മാനേജ്മെൻറ്റ് ചെയ്തില്ല. ഈ സീസൺ അവസാനിക്കുന്നവരെ മാനേജ്മെൻറ്റ് ഈ ഒരു കാര്യത്തിന് പഴി കേൾക്കുക തന്നെ വേണം, വേറെ വഴിയില്ല ഇപ്പം അതിന്. സോ അത് പിന്നെയും എടുത്തു കാണിക്കുന്നൊരു മത്സരം തന്നെയായിരുന്നു ഇപ്പം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെയുള്ളത്. അവിടെ മിക്കേൽ മെറിനെ ഫാൾസ് നയനായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷൻ അല്ല. സോ ആ ഒരു പ്ലെയറിനെ കണ്ണും മുട്ടി കുറ്റം പറയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഹാവേർട്സിൻ്റെ 2.0 സിനാരിയോ ആണ് അവിടെയും വരുന്നത്. സോ നല്ലൊരു സ്ട്രൈക്കർ ഇല്ലാത്തത് ഈ സീസണിൽ വളരെയധികം ആർസണലിനെ ബാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അതിന് കുറച്ചും കൂടി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ആർട്ടറ്റയ്ക്ക് ലോ ബ്ലോക്ക് പിടിക്കുന്ന ടീമുകൾക്ക് അതൊരു പ്ലാൻ ബി കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റാത്തത്. സോ അതിപ്പോൾ സെറ്റ് പീസസും കാര്യങ്ങളും ഫസ്റ്റ് ഹാഫിൽ വർക്ക് ആയ പോലെ സെക്കൻഡ് ഹാഫിൽ വർക്ക് കഴിഞ്ഞതും ഒരു തിരിച്ചടിയായി എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി ഫസ്റ്റ് ഹാഫിൽ ആർസണൽ കുറച്ചും കൂടി സെറ്റ് പീസസിൽ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് അത് വർക്കൗട്ട് ആകാത്തൊരു സാഹചര്യം വന്നു എന്നുള്ളതാണ്. പക്ഷേ ആദ്യം 2 പറഞ്ഞ കാര്യങ്ങൾ, ഇഞ്ചുറീസും അതേപോലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൊരു സൈനിങ്ങിൻ്റെ അഭാവമാണ് നമ്മളിപ്പോൾ വല്ലാതെ അങ്ങോട്ട് ബാധിക്കുന്നത്. ഇപ്പോൾ ഒരു ടൈറ്റിൽ റേസിൽ നിന്ന് നമ്മൾ പുറത്തായി എന്നൊരു സാഹചര്യത്തേക്ക് വരുന്നതിന് മേജർ റീസൺസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. സോ എനിവേ മറ്റുള്ള പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ സിറ്റി ടോട്ടനാമിനെതിരെ ഒരു 1-0 ഒരു കംഫർട്ടബിൾ വിക്ടറി നേടിയായിരുന്നു. യുണൈറ്റഡ് 3-2 ഇപ്സ്വിച്ച് ടൗണിനെതിരെ വിജയം നേടി. ഹാരി മഗ്വയറിൻ്റെ വിജയ ഗോളായിരുന്നു. അവിടെ റെഡ് കാർഡ് മേടിച്ച് ഡോർഗ് ഔട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഹാരി മഗ്വയറിൻ്റെ ഒരു വിജയ ഗോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 പോയിന്റ് നേടുന്നത് എന്നുള്ളതാണ്.
ഇനി സ്പെയിനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ് മത്സരങ്ങൾ കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ആദ്യം ബാഴ്സയും അത്ലറ്റിക്കോയുടെ മത്സരം 4-4 ഒരു ത്രില്ലർ മത്സരമായിരുന്നു. അതിനുശേഷം റയൽ സോസിഡായിട്ട് ആയിട്ടുള്ളൊരു മത്സരം ഉണ്ടായിരുന്നു, റയൽ മാഡ്രിഡിൻ്റെ എവേ മാച്ചായിരുന്നു. സോ ആ ഒരു മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ എൻട്രിക്ക് നേടിയ 1 ഗോളിൻ്റെ ലീഡിൽ 1-0 എന്നൊരു സ്കോർ ലൈനിലാണ് മത്സരം അവസാനിച്ചത്. പക്ഷേ ഒരു സങ്കടകരമായ കാര്യം റയൽ ഫാൻസിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനി സെബയോസ്, മിഡ്ഫീൽഡറായ ഡാനി സെബയോസ് ഇഞ്ചേർഡ് ആയി എന്നുള്ളതാണ്. ലെഫ്റ്റ് ലെഗിൻ്റെ മസിൽ ഇഞ്ചുറിയാണ്, സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ്. ആളെന്തായാലും 2 മാസത്തേക്ക് കരക്കിരിക്കേണ്ടി വരുമെന്നാണ് സ്പാനിഷ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡിൽ അത് ചെറിയൊരു അടി തന്നെയാണ്. കാരണം ഈ ഒരു സീസണിൽ കാർലോ ആൻസെലോട്ടിക്ക് കീഴിൽ ഡാനി സെബയോസ് ഒരു പിവറ്റൽ ഫിഗറായിട്ട് തന്നെ കളിച്ചു വരികയായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡിൽ. സോ ഇപ്പോൾ ഇനിയിപ്പോൾ അത്ലറ്റിക്കോയുള്ള മത്സരം വരുന്നുണ്ട്, ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫസ്റ്റ് ലെഗ്. അതിനകത്ത് ബോത്ത് ജൂഡ് ബെല്ലിംഗാമും ഉണ്ടാവില്ല, ഡാനി സെബയോസും ഉണ്ടാവില്ല. സോ അത് ചെറിയൊരു ക്ഷീണമായേക്കാം റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡിൽ. എന്തായാലും നമുക്കത് കണ്ടറിയാം. സോ ഇനി ഈ പറഞ്ഞ മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത്. സോ ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.